ഓണത്തിന് ഇത്തവണയും സംസ്ഥാന സർക്കാർ കിറ്റ് നൽകും. മഞ്ഞക്കാർഡുള്ളവർക്കാണ് കിറ്റ് നൽകുക. കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഉടൻ തീരുമാനിക്കും. 6 ലക്ഷത്തോളം പേർക്ക് കിറ്റ് ലഭിച്ചേക്കും. ഓണച്ചന്ത സെപ്റ്റംബർ ആദ്യ വാരത്തോടെ തുടങ്ങും. എല്ലാ ജില്ലകളിലും ഓണച്ചന്ത തുടങ്ങുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. 13-ന് അവശ്യ സാധനങ്ങൾ ചന്തകളിൽ ഉറപ്പാക്കാൻ സപ്ലൈകോ ശ്രമിക്കുകയാണ്. ധനവകുപ്പിൽ നിന്ന് ലഭിച്ച 225 കോടി രൂപ കൊണ്ട് ചന്തകൾ തുടങ്ങാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. കൂടുതൽ തുക ധനവകുപ്പ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സപ്ലൈകോ അറിയിച്ചു. വി അരുണുണ്ട്. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് നൽകാനാണ് സർക്കാർ തീരുമാനം. അതിനുള്ള തത്വത്തിലുള്ള തീരുമാനമായി കഴിഞ്ഞു. ഒരുപക്ഷെ ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി സംബന്ധിച്ച മറ്റു തീരുമാനങ്ങളും ഉണ്ടാകും. മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് കഴിഞ്ഞ വർഷവും ഓണക്കിറ്റ് നൽകിയത്. ഇത്തവണ 6 ലക്ഷത്തോളം പേർക്ക് ഓണക്കിറ്റ് ലഭിക്കും. 5,87,000 മഞ്ഞ കാർഡുകളാണ് ഉള്ളത്. ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും 4 പേർക്ക് ഒരു കിറ്റ് എന്ന നിലയിൽ അവർക്കും നൽകും. അങ്ങനെയാണ് ഈ 6 ലക്ഷത്തോളം കണക്ക് വരുന്നത്. അതിൽ ഉൾപ്പെടുത്തുന്ന സാധനങ്ങളുടെ പ്രാഥമിക പട്ടിക തയ്യാറായി കഴിഞ്ഞു. മന്ത്രിസഭയുടെ കൂടി അംഗീകാരത്തിന് ശേഷമാകും എത്ര ഇനം സാധനങ്ങൾ കിറ്റിൽ ഉൾപ്പെടുത്തുക എന്നതിൽ തീരുമാനമുണ്ടാവുക. കഴിഞ്ഞ തവണ ഓണത്തിന് കിറ്റ് വിതരണം ചെയ്യാൻ തീരുമാനമെടുത്തെങ്കിലും ഉത്രാടത്തിന് പോലും പലർക്കും കിറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ടായി. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പക്ഷേ അതിനുശേഷം കിറ്റ് വിതരണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോയിരുന്നില്ല. പലർക്കും കിറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ആ പ്രതിസന്ധി പരിഹരിക്കാൻ നേരത്തെയുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. നേരത്തെയുള്ള മുൻകരുതൽ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിക്കുന്നത്. ഇതിനു പുറമെ ഓണച്ചന്തകളും ആരംഭിക്കും. സെപ്റ്റംബർ ആദ്യ ആഴ്ച 4-ാം തീയതിയോ 5-ാം തീയതിയോ സംസ്ഥാനത്ത് ഓണച്ചന്തകൾ തുടങ്ങാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ആലോചന. 13-ന് അവശ്യ സാധനങ്ങൾ ഓണച്ചന്തകളിൽ ഉണ്ടാകും. ധനവകുപ്പിൽ നിന്ന് ലഭിച്ച 225 കോടി രൂപ കൊണ്ടാണ് ചന്ത തുടങ്ങുക. കൂടുതൽ തുക ധനവകുപ്പ് ഇതിനിടയിൽ നൽകുമെന്ന പ്രതീക്ഷയും ഭക്ഷ്യവകുപ്പിനുണ്ട്. കൃത്യമായ പണം ലഭിച്ചില്ലെങ്കിൽ ഓണച്ചന്തകൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും. പക്ഷെ ഇത്തവണ പ്രശ്നം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് ഓണച്ചന്തയും മഞ്ഞ കാർഡ് ഉടമകൾക്ക് കിറ്റുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം. ശരി, വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.